ഇന്നലെ സംസ്ഥാനത്തെ രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലാണ് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും ഇന്നലെ വോട്ടെടുപ്പ് നടന്നു. അതേസമയം പശ്ചിമബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പുമാണ് നടന്നത്. പശ്ചിമബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പിലെ പോളിംഗ് ശതമാനം ഞെട്ടിക്കുന്നതാണ്. 92.35% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതായത് SIRന് ശേഷമുണ്ടായ ഈ പോളിംഗ് ശതമാന കണക്കുകൾ കൂടിയാണ് ഇതെന്ന് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മിക്ക ജില്ലകളിലും 90%-ലധികം വോട്ടർമാരാണ് ബൂത്തുകളിലെത്തിയത്. കനത്ത സുരക്ഷയിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. പക്ഷേ നിരവധി അനിഷ്ട സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ ബാക്കിയുള്ള 142 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മെയ് 29 നടക്കും. വോട്ടെണ്ണൽ നടക്കുക എല്ലായിടത്തെയും പോലെ 4-ാം തീയതി തന്നെയാണ്. അതേസമയം തമിഴ്നാടിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ തമിഴ്നാട്ടിൽ പോളിംഗ് ശതമാനം 85.03%. തമിഴ്നാട്ടിൽ ഇതാദ്യമായിട്ടാണ് പോളിംഗ് 80% കടക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. 2021 11% വർധനവ് ഉണ്ടായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമായിട്ടുണ്ട്. 25 ലക്ഷത്തോളം വോട്ടുകൾ ഇക്കുറി അധികം പോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സാഹചര്യം? ഇത് നൽകുന്ന സൂചനകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. കിരൺ ബാബു ഉണ്ട്. കിരൺ, പശ്ചിമബംഗാളിൻ്റെ സാഹചര്യമാണെന്ന് തോന്നുന്നു ഇതിൽ ഏറ്റവും പ്രത്യേകം പരാമർശിക്കേണ്ടത്. കാരണം BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന വലിയ രീതിയിൽ ചില സാധ്യതകളൊക്കെ നടത്തി മുന്നേറുന്ന സ്ഥലമാണ്. SIRൻ്റെ പ്രതിഫലനം ഏറ്റവും അധികം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്റ്റേറ്റാണ്. അവിടെയാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം. യഥാർത്ഥത്തിൽ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ മാറ്റം കണക്കുകളിൽ മാത്രമാണോ ഉണ്ടായിരിക്കുന്നത്? വോട്ടർമാരുടെ എണ്ണത്തിൽ അത് എത്ര കണ്ട് പ്രതിഫലിച്ചിട്ടുണ്ട്? സജിത, കേരളത്തിലടക്കം ആകെ പോളിംഗ് ശതമാനത്തിൽ വർധനമുണ്ടായിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ പോലെയല്ല. ബംഗാളിലെ 1-ാം ഘട്ടത്തിലും തമിഴ്നാട് ഒറ്റഘട്ടമായിട്ടാണ് നടന്നത്. അവിടെയും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഈ ശതമാനത്തിലെ വർധനവ് ആകെ ഉണ്ടായിരുന്ന വോട്ടർമാരുടെ എണ്ണത്തിലുള്ള ഒരു വലിയ വർധനവായി കണക്കാക്കാൻ പൂർണ്ണമായും കഴിയില്ല. കാരണം ഈ 2 സംസ്ഥാനങ്ങളിലും SIR നടപ്പാക്കിയപ്പോൾ വലിയൊരു വിഭാഗം വോട്ടർമാരെ ഒഴിവാക്കിയിരുന്നു. 92 ലക്ഷത്തോളം വോട്ടർമാരാണ് ബംഗാളിൽ നിന്ന് SIRന് ശേഷം ഒഴിവാകുന്നത്. ഏകദേശം 1 കോടിയോളം വരുന്ന വോട്ടർമാർ അവിടെ 7.2 കോടിയാണ് അവിടുത്തെ ആകെ വോട്ടർമാരുള്ളത്. അതിൽ 12% വോട്ടർമാർ, മുമ്പുണ്ടായിരുന്ന 12% വോട്ടർമാർ, 10-ൽ ഒരാളെ വീതം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവായിപ്പെട്ടിട്ടുണ്ട്. 92 ലക്ഷം വോട്ടർമാരാണ് ഇങ്ങനെ മാറിയത്. ഇത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി നുഴഞ്ഞു കയറിയ ആളുകളാണ് എന്നൊക്കെയാണ് പ്രധാനമായും പറയുന്നത്. ബംഗാൾ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയവും ഇതുതന്നെയായിരുന്നു. കേന്ദ്ര സർക്കാരും BJPയും ആവർത്തിച്ച് പറയുന്നത് ഇത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ആളുകളെയാണ് ഇത്തരത്തിൽ ഒഴിവാക്കിയത് എന്ന് പറയുമ്പോൾ ബംഗാളിലെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ആരോപണം ഉന്നയിക്കുന്നത് അതിർത്തി കാക്കുന്നത് BSF ആണ്. BSFന്റെ സമ്മതമില്ലാതെ, അറിവില്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റം സാധ്യമാകുന്നത്? അതിന് ഇവരുടെ മറവിൽ, ഇങ്ങനെ നുഴഞ്ഞു കയറുന്ന ആളുകൾ ഉണ്ട് എന്ന മറവിൽ തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളെ വ്യാപകമായി മതം നോക്കി ഇതിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു എന്നുള്ള വലിയ ആരോപണമുണ്ട്. അത് അവിടെ വലിയ ചർച്ചയും ഒക്കെ ആയിരുന്നു. കേരളത്തിൽ SIR ഒരു ചർച്ചയായില്ലെങ്കിൽ ബംഗാളിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൂടിയായിരുന്നു SIR. ഇപ്പോൾ 2-ാം ഘട്ട വോട്ടെടുപ്പ് കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത അത്രയും ആളുകൾ ഇത്തവണ വോട്ട് ചെയ്തോ എന്ന് അറിയാൻ കഴിയൂ. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോൾ വന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഇനി സർവീസ് വോട്ടുകൾ കൂടി ചേർക്കാനുള്ള കണക്കനുസരിച്ച് 91.78 എന്നാണ്, 92.67 എന്നാണ് ഇന്നലെ വന്നത്. ഇന്നിപ്പോൾ ഔദ്യോഗികമായി വന്ന കണക്ക് 91.78% വോട്ടാണ് നടന്നത്. അത് 2011 ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വോട്ടെടുപ്പ് നടന്നത്. അത് 84.72% അന്ന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അന്നാണ് 2011 33 പതിറ്റാണ്ട് നീണ്ട ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് മമതാ ബാനർജി ബംഗാൾ അധികാരം പിടിക്കുന്നത്. അന്ന് ഒരു വലിയ വോട്ടർമാരുടെ ഒരു വലിയ നിര പോളിംഗ് ബൂത്തുകളിലെത്തുകയും അന്നത്തെ ഒരു ഭരണവിരുദ്ധ വികാരം, അതുവരെ ഭരിച്ചിരുന്ന ഇടതു സർക്കാരിനെതിരായ അതിശക്തമായ ഒരു വികാരം അന്ന് പ്രകടിപ്പിക്കുകയും അങ്ങനെ മമതാ ബാനർജി വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ 15 വർഷമാകുന്നു. മമതാ ബാനർജി വീണ്ടും മത്സരിക്കുമ്പോൾ മമതാ ബാനർജിയുടെ എതിരായിട്ടുള്ളൊരു വിധിയാണ് ഇങ്ങനെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് എന്നുള്ളതാണ് പ്രധാനമായും BJP കണക്കാക്കുന്നത്. മമതയുടെ യുഗം അവസാനിച്ചു എന്ന് പ്രധാനമന്ത്രി അടക്കം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഈ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് ചൂണ്ടിക്കാട്ടിയിട്ടാണ്. ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളടക്കം പൂർണ്ണമായും വോട്ട്, അനൗദ്യോഗികമായി പറയുന്ന അങ്ങനെയാണ്, അവരെല്ലാവരും വോട്ടിന് എത്തി എന്ന്. അതുകൊണ്ട് അവിടെ ഒരു വലിയ വോട്ടിംഗ് മമതയ്ക്കെതിരെ ഉണ്ടാവുമെന്ന് പറയുന്നു. എന്നാൽ തിരിച്ച് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പറയുന്ന മറ്റൊരു വാദമാണ്, ഈ കേരളമടക്കം നമുക്കത് കൃത്യമായി തന്നെ അറിയാം. കേരളത്തിലടക്കം ഉണ്ടായിരുന്ന ബംഗാളിൽ നിന്ന് പണിയെടുക്കാൻ വേണ്ടി വന്നിരുന്ന അതിഥി തൊഴിലാളികൾ മഹാഭൂരിപക്ഷവും ബംഗാളിലേക്ക് മടങ്ങിപ്പോയി. അവർ ഈ സമയത്ത്
കേരളത്തിൻ്റെ നിർമ്മാണ മേഖലയടക്കം പല സ്ഥലത്തും പ്രതിസന്ധിയിൽ ആണ്. അവരടക്കം മടങ്ങിപ്പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ തങ്ങളുടെ പേര് ഒഴിവാക്കപ്പെടും. ഞങ്ങൾ ബംഗാളികളല്ല, ബംഗാളിൽ താമസിക്കുന്ന കേരളത്തിൽ വന്ന് കുടുംബത്തോടൊപ്പമൊക്കെ താമസിച്ച് ജോലി ചെയ്യുന്നതുകൊണ്ട് ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് തങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കും എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ളൊരു വലിയ പ്രചരണം നടന്നിരുന്നു. ഇതിൻ്റെ കൂടി ഫലമാണ് കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും തൊഴിലെടുക്കുന്ന ബംഗാളികൾ, മറ്റ് സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ ഒക്കെ തൊഴിലെടുക്കുന്ന ബംഗാളികളെല്ലാം പരമാവധി പേരും കഴിയുന്നവരെല്ലാം മടങ്ങിയെത്തി ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ വോട്ട് രേഖപ്പെടുത്താൻ മടിയുള്ള ഒരു കൂട്ടടക്കം ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ തങ്ങൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താവും, അല്ലെങ്കിൽ തങ്ങളുടെ സംസ്ഥാനത്തിന് റേഷൻ കാർഡ് അടക്കമെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ആശങ്ക പരന്നിരുന്നു. അതൊക്കെ സ്വാഭാവികമായും വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടാം ഘട്ടം കൂടി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയൂ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്രത്തോളം വോട്ടർമാർ ഇത്തവണ വന്നു. കാരണം 92 ലക്ഷമാണ് അവിടെ കുറഞ്ഞത്. ഇനി നമുക്ക് തമിഴ്നാടിൻ്റെ കണക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ 5.75 കോടി വോട്ടർമാരാണുള്ളത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന വോട്ടർമാർ 4.58 കോടിയാണ് 2021 വോട്ട് ചെയ്തതെങ്കിൽ ഈ വർഷം അത് 4.7 കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 12 ലക്ഷത്തോളം വോട്ടർമാർ അധികമായി വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും 74 ലക്ഷം പേരെയാണ് SIR വഴി ഒഴിവാക്കിയത്. 74 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയിട്ടും വോട്ടർമാരുടെ എണ്ണത്തിൽ ഈ തരത്തിലേക്കുള്ള വർധന ഉണ്ടായപ്പോൾ സ്വാഭാവികമായും തമിഴ്നാട്ടിലും അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള രണ്ട് കൂട്ടരും ഒരേപോലെ ADMKയും DMKയും കാണുന്നത് തങ്ങൾക്ക് അനുകൂലമായ ഒരു വികാരമാണ് എന്നാണ് കാണുന്നത്. പക്ഷേ ADMK ചൂണ്ടിക്കാണിക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്. ADMKയുടെ ശക്തി കേന്ദ്രങ്ങൾ താരതമ്യേന ഈ വോട്ടിംഗ് ശതമാനം 80-ന് മുകളിൽ വന്ന, അല്ലെങ്കിൽ 84-ഉം 85-ഉം 88-ഉം ഒക്കെ വന്ന മേഖലകൾ എടുത്താൽ അതിൽ മഹാഭൂരിപക്ഷം മേഖലകളും ADMKയുടെ ശക്തി കേന്ദ്രങ്ങൾ, പരമ്പരാഗതമായി തന്നെ ADMKയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയത് അത് ADMKയ്ക്ക് അനുകൂലമായ ഒരു തരംഗമായിട്ടാണ് ADMK വിലയിരുത്തുന്നത്. പക്ഷേ അതൊന്നും നമുക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വോട്ടിങ്ങിൻ്റെ ഈ കണക്ക് വെച്ചുകൊണ്ട് അത് ADMK അനുകൂലമായ തരംഗമാണോ DMKയ്ക്ക് അനുകൂലമായ തരംഗമാണോ ഒന്നും പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ ADMK ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകൾ അത് ചില യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ചില വസ്തുതകളുണ്ട്. കാരണം വോട്ടിംഗ് ശതമാനം ഉയർന്ന ഭൂരിപക്ഷ മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലൊക്കെ അത് ADMKയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. പക്ഷേ DMKയും തിരിച്ച് DMKയുടെ സ്റ്റാലിനടക്കമുള്ളവർ മത്സരിക്കുന്ന DMKയുടെ ശക്തി കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. കരൂർ ദുരന്തം നടന്ന സ്ഥലങ്ങളിലൊക്കെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് ആരെ തുണയ്ക്കില്ല എന്നുള്ളതൊക്കെ വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയേണ്ട ഒന്നാണ്. പക്ഷേ ഇത്തവണത്തെ ഈ ആകെ പെർസെൻറ്റേജിലെ വർധനവും കണക്കാക്കിക്കൊണ്ട് അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ 10% പേർ അധികമായി വോട്ട് രേഖപ്പെടുത്താൻ എത്തി എന്ന് കണക്കാക്കാനാവില്ല. കാരണം ബംഗാളിൽ 92 ലക്ഷം പേരെയും തമിഴ്നാട്ടിൽ 74 ലക്ഷം പേരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി, SIR മൂലം ഒഴിവാക്കിയിട്ടുണ്ട്. അത് പലരും മരിച്ച ആളുകളാണ്, പലരും ഇരട്ട വോട്ടുള്ള ആളുകളാണ്. ആരോപണം വരുന്നതാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവരടക്കം ഒഴിവാക്കിയെന്നാണ് ഈ രണ്ട് സംസ്ഥാനത്തെയും ഭരണമുന്നണി പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കുന്നത്. യെസ്, കിരൺ സൂചിപ്പിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. വ്യക്തത ഉണ്ടാവുന്നില്ല എന്നതാണ്. കാരണം ബംഗാളിനെ സംബന്ധിച്ച് SIR ഈ രാജ്യത്ത് ഏറ്റവും അധികം പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥലം അത് പശ്ചിമ ബംഗാളാണ്. വോട്ടിങ്ങിൽ ഏറ്റവും അധികം ഡിലീഷൻസ്, ഏകദേശം കിരൺ സൂചിപ്പിച്ചതുപോലെ 12% വോട്ടർ പട്ടികയിലെ ആളുകൾ മാറ്റപ്പെട്ട സ്ഥലമാണ്. മാത്രമല്ല പരാതികൾ ഉണ്ടായിട്ടും അത് അഡീഷൻസ് ഏറ്റവും കുറവ് നടന്ന ഇടം കൂടിയാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം കൂടി വരുന്നു. വലിയ തരംഗം സംഭവിക്കുന്നു, തരംഗമാണ് ഉണ്ടായത് എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മമതാ ബാനർജി സർക്കാരിനെതിരായ വലിയ തരംഗമാണ് ബംഗാളിൽ വോട്ടിംഗിൽ പ്രതിഫലിച്ചതെന്നാണ് അമിത്ഷായുടെ വാക്കുകൾ. अंजना ओम कश्यप आज तक। गृह मंत्री जी, मेरा सवाल आपसे ये है कि हाल में कई राज्यों में हमने देखा कि एक प्रो इनकम्बेंसी रही अब हाई वोटर टर्नआउट में। उस कॉन्टेक्स्ट में अगर पश्चिम बंगाल में इस वोटर टर्नआउट को देख रहे हैं जो कि अब तक का सबसे प्रचंड है, तो क्या आधार है कि आप इसको बीजेपी के पक्ष पर मान रहे हैं? जो आपको फीडबैक मिला हो, अगर वो थोड़ा विस्तृत करके आप बता सकें। देखिए, यहाँ एंटी इनकम्बेंसी चरम पर है। गत चुनाव में भी चरम पर थी, मगर गत चुनाव में वोटिंग जितना भयमुक्त होना चाहिए उतना नहीं हुआ था। ढेर सारे बूथ लूटे गए थे, ढेर सारी जगह पे गांवों से मतदाता को निकलने नहीं दिया गया था। वहां तक कि हमारे कुछ कार्यकर्ताओं ने प्रयास किया था कि तृणमूल के झंडे लेकर जुलूस निकाल कर वोट डालने जाए तो शायद देने देंगे, मगर ये भी सफल नहीं हुआ था। इस चुनाव में शुरुआत से मतदाता सूची का शुद्धिकरण हुआ है। ढेर सारे फर्जी मतदाता कट गए हैं।
ढेर सारे घुसपैठियों के नाम कटे हैं। प्रशासन ने और पुलिस ने और सीएपीएफ ने सुरक्षा का चौक चौबंद व्यवस्था करा है और चुनाव आयोग ने भी अपनी पैनी नजर भयमुक्त वोटिंग के लिए बनाकर रखी है। और इसके कारण मुझे पूरा भरोसा है कि जो रोष है ये रोष की अभिव्यक्ति मुक्त मन से चुनाव में हुई है। परिणाम हमारे അമിത്ഷായാണ് കേന്ദ്രമന്ത്രി അമിത്ഷായാണ് മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹം കൽക്കത്തയിൽ വെച്ച് തന്നെയാണ് മാധ്യമങ്ങളെ കാണുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പിൽ അനുഭവപ്പെട്ട കനത്ത പോളിംഗ് ഒരു തരംഗ സൂചനയാണ്. അത് സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം. ഇതാണ് ബിജെപിയുടെ അവകാശവാദം. ഞങ്ങൾ വലിയ മാർജിനിൽ സർക്കാർ ഉണ്ടാക്കും എന്ന് പറയുന്നു. മമതാ ബാനർജി സർക്കാരിന് മാറ്റമുണ്ടാകുമോ? ഭരണ അട്ടിമറികൾ സംഭവിക്കുമോ ബംഗാളിൽ? കാത്തിരുന്ന് കാണാം. എന്തായാലും വലിയ പ്രതീക്ഷകളാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.